ഈ എക്സാമിന്റെ വെളിച്ചത്തിൽ അടുത്ത വർഷത്തെ കുട്ടികളോട് അവരുടെ പഠന രീതികൾ ഇതിലൊക്കെ എന്ത് മാറ്റം വരുത്തണം എന്നാണ് ഷിബിലി സാറിന് പറയാനുണ്ടാവും? ആദ്യം കൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിനൊപ്പം തന്നെ എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. മക്കളെ ഇത് വരില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല, കാരണം ഇത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതൊരു സിസ്റ്റമാറ്റിക്കലി അപ്രോച്ച് ചെയ്യണ്ടേ? സ്ലോ ആൻഡ് സ്റ്റഡി, അതാണ് അതിന്റെ കാര്യങ്ങൾ പറയാൻ. എങ്ങനെ ആയിരിക്കണം ഒരു കുട്ടി പഠിക്കേണ്ടത് ഫിസിക്സ്? കോൺസെപ്റ്റിലേക്ക് ഇൻവോൾവ് ആവുന്ന ഒരിക്കലും ഹെവി ലെവൽ ക്വസ്റ്റ്യൻ വെച്ചിട്ടല്ല, അതെപ്പോഴും സിമ്പിൾ ലെവൽ ഫണ്ടമെന്റൽ ലെവൽ ക്വസ്റ്റ്യൻ എന്നാണ്. എത്രയായിരിക്കും ഒരു 1ാം റാങ്കിന്റെ മാർക്ക്? ഒരു ഹൈലി ടാലന്റഡ് ആയ കുട്ടിയാണെങ്കിൽ he will get or she will get 690. ഞാനൊരു 690 തന്നെയാണ്. 680. What was it actually really? Struggle for existence, survival of the fittest. അടുത്ത പ്രാവശ്യം എന്ത് കൊടുക്കും കുട്ടികൾക്ക് എക്സ്ട്രാ? ഒരു കുട്ടി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പം ആ കുട്ടിന്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം 1ാം റാങ്ക് അല്ല, എയിംസ് ആണല്ലോ. ഈ 630 സാധനം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു മുൻവിധി എടുക്കണ്ട. NCERT ആയിരിക്കണം നമ്മുടെ ബേസ്. റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടി ഉള്ളിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആഗ്രഹിച്ചിട്ട് വരുന്ന കുട്ടിയായിരിക്കണം. നമ്മുടെ നീറ്റ് 2025 ഡിസ്കഷന്റെ 3ാമത്തെ പാർട്ടിലാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. 3ാമത്തെ പാർട്ടിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ എക്സാമിന്റെ വെളിച്ചത്തിൽ അടുത്ത വർഷത്തെ കുട്ടികളോട് അവരുടെ പഠന രീതികളിൽ, അല്ലെങ്കിൽ പഠന രീതി മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, അവരുടെ കുറേ ഹാബിറ്റുകളുണ്ട്. ഈ അറ്റൻഷൻ സ്പാൻ, റീഡിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് പോലുള്ള ഹാബിറ്റുകൾ, സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്ത് മാറ്റം വരുത്തണം എന്നാണ് ഷിബിലി സാറിന് പറയാനുണ്ടാവും? പല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്യുക. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം കൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിനൊപ്പം തന്നെ എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാ ലെവലും നമുക്ക് എന്താണ് ഡോക്ടറിന്റെ മെറ്റീരിയൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ലെവലാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് കൂടി മനസ്സിലാവും ഏത് ലെവലാണെന്നുള്ളത്. പിന്നെ മോക്ക് എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് തന്നെ പല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആൾറെഡി വരുന്നുണ്ട്. അപ്പൊ ഏത് ലെവലിലും ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ വന്നു, ഇതേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, അവിടെ ഡെസ്പാവരുത്. അവിടെ അതിൽ നിന്ന് ലേൺ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് തെറ്റ് പറ്റി എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലോണം എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം അടുത്ത വർഷത്തെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ IIT JEE അഡ്വാൻസ്ഡിന്റെ ക്വസ്റ്റൻ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു തരണം, ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുക, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള രൂപത്തിൽ വേവലാതിപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി. കാരണം വെച്ചാൽ മക്കളെ ഇത് വരില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല, കാരണം ഇത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതൊരു സിസ്റ്റമാറ്റിക്കലി അപ്രോച്ച് ചെയ്യണ്ടേ? അത് കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു തുടങ്ങുന്ന ഒരു കുട്ടി നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി, അതാണ് അതിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ആദ്യം ബേസ് പഠിക്കട്ടെ, ബേസ് നല്ലോണം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് JEE മെയിനും JEE അഡ്വാൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അപ്പൊ കുട്ടികൾക്ക് നേരത്തെ അനൂപ് സാർ പറഞ്ഞ പോലെ എക്സാം ഹാളിൽ കയറുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും വരില്ല, കാരണം ഇതും ഈ ടൈപ്പ് ഒക്കെ ഓൾറെഡി കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. ശരിക്കും ആക്ച്വലി ചിലപ്പോൾ നമ്മളെ ഈ എക്സാം സീരീസ് അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ, നമ്മളിപ്പോൾ ഡോപ്പയിലാണെങ്കിൽ നമ്മൾ ആദ്യം പോസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വീക്ക്ലി എക്സാമുകൾ, വീക്ക്ലി ഇപ്പോൾ മൺഡേ ഫ്രൈഡേ എക്സാമുകൾ വരുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളെ കോഡ് ബ്ലൂവിൻ്റെ പ്രാക്ടീസ് കാര്യമായിട്ടുണ്ട്. 10-350 ചോദ്യങ്ങളുണ്ട്. അത് ഇത്തവണ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനേ ഉള്ളൂ ബാക്കി. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ്, ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് തന്നെ അല്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതോ നമ്മൾ തുടക്കത്തിൽ തന്നെ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ഒക്കെ സാറിൻ്റെ ഒരു എങ്ങനെ ആയിരിക്കണം ഒരു കുട്ടി പഠിക്കേണ്ടത് ആക്ച്വലി ഫിസിക്സ്? അല്ല, നമ്മളെപ്പോഴും ഫണ്ടമെന്റൽ ലെവലിൽ തന്നെ പോകണം. കാരണം പറഞ്ഞല്ലോ, ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത് ഒന്ന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യനെ പറ്റി, ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ഇൻവോൾവ് ആവണം, ആ കോൺസെപ്റ്റിലേക്ക് ഇൻവോൾവ് ആവണം. കോൺസെപ്റ്റിലേക്ക് ഇൻവോൾവ് ആവുന്ന ഒരിക്കലും ഹെവി ലെവൽ ക്വസ്റ്റ്യൻ വെച്ചിട്ടല്ല, അതെപ്പോഴും സിമ്പിൾ ലെവൽ ഫണ്ടമെന്റൽ ലെവൽ ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പൊ അതിന്ന് പതിയെ ലിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒറ്റയടിക്ക്, അതായത് +2 പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പോ +2 കുട്ടികളുടെ ഒരു നോർമൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം, +1 +2 പോട്ടെ, +2 കഴിഞ്ഞിട്ടാണല്ലോ റിപ്പീറ്റ്. അപ്പൊ അന്നേരമാണ് നമ്മളിത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്നാണ് ചുവട് വെച്ച് തുടങ്ങുന്നത് പല കുട്ടികളും. അപ്പൊ ഇങ്ങനെ ചുവട് വെച്ചത് തുടങ്ങുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് JEE മെയിൻസിന്റെയോ അഡ്വാൻസിന്റെയോ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഉറപ്പായിട്ടും അയാൾ താഴോട്ടേക്ക് വീഴും. അപ്പൊ കോൺഫിഡൻസ് നല്ലോണം താഴോട്ടേക്ക് വീഴും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് താഴോട്ടേക്ക് പോവുകയും ചെയ്യരുത്. ഇതിന് കോൺഫിഡൻസും കൂടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോവാന്നല്ലാണ്ട് ഒറ്റയടിക്ക് ആദ്യം മേലോട്ടോട്ട് പോകരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പൊ നമുക്ക് ആക്ച്വലി നമുക്ക് ഈ ടെസ്റ്റ് സീരീസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വേണം. അപ്പോൾ ഇനീഷ്യലി റിവിഷൻ ടൈമിൽ കുട്ടികൾ കൊടുത്തോളാം, ബേബി സ്റ്റെപ്പ്, മിഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ട്രാറ്റജി തന്നെ മുന്നോട്ടേക്ക് ഫോളോ ചെയ്യുന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ കുട്ടികൾക്ക് ഒരു ലെവലിൽ കൂടെ കൂടുതൽ സാധനങ്ങളും സംഗതികളും കൂടി.
ശരി. അപ്പോൾ ഇത് എനിക്കെന്ന് വെച്ചാൽ അടുത്ത വർഷത്തിലേക്ക് വരുന്ന ഒരു വളരെ കീ സ്ട്രാറ്റജിക്കൽ ചേഞ്ചുകൾ തന്നെയായിരിക്കും ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. തിരിച്ച് നമ്മൾ ഈ വർഷത്തെ റിസൾട്ടിൻ്റെ അനാലിസിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന അധികം ആൾക്കാരുടെയും ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ എക്സാം റിസൾട്ട് സാധനങ്ങൾ എന്നുള്ളതാണ്. എത്രയായിരിക്കും ഒരു 1ാം റാങ്കിൻ്റെ മാർക്ക്? ആക്ച്വലി സ്റ്റേറ്റ് അല്ല ഓൾ ഇന്ത്യ റാങ്ക് 1 എത്ര മാർക്കായിരിക്കും ഉണ്ടാവുക? നിങ്ങൾക്ക് പ്രഡിക്ഷൻ ആണോന്നല്ല, നമുക്കൊരു അല്ല ഏകദേശം നമുക്കിതിപ്പോൾ പ്രഡിക്ഷൻ എന്നല്ല, നമ്മുടെ ഒരു അനാലിസിസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമല്ലോ. എത്ര ആയിരിക്കും ഒരു ഓൾ ഇന്ത്യ റാങ്ക് 1 720 എത്ര പേരുണ്ടാവുമായിരിക്കും? അതിൻ്റെ 720 out of 720 ഒരാളുണ്ടാവില്ല. 700+ ഉണ്ടാവില്ല എന്നാണ് എനിക്ക്. മാക്സിമം പോയാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു ഹൈലി ടാലന്റഡ് ആയ കുട്ടിയാണെങ്കിൽ he will get or she will get 690. ഞാനൊരു 690 തന്നെയാണ് ഞാൻ 680. ഞാനിവിടെ നല്ല ടാലന്റഡ് ആയ കുട്ടി. ഈ ചോദ്യം ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യേണ്ടി വരില്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസം കിട്ടിയിട്ടില്ലെങ്കിലേ അങ്ങനത്തെ ഒരു എനിക്ക് അല്ല ഇത്തവണ എക്സാം നടത്തിപ്പിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ആക്ഷേപം ഉണ്ടാക്കാറില്ല. 680 690 എന്നൊക്കെ പറഞ്ഞത് വെരി ഫ്യൂ നമ്പർ. അതെ, അങ്ങോട്ടേക്ക് എത്തുന്ന ആൾക്കാർ വളരെ നമ്പർ കുറവായിരിക്കും. നമ്പർ ഭയങ്കര വീഡിയോ കണ്ട് ആരും നമ്മൾ ഇനി ഇനി തിരിച്ചിട്ട് ആക്ച്വലി തിരിച്ച് മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കേരള സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്കറിയാം 675 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് കേരളത്തിൽ സീറ്റ് കിട്ടിയത്. അതിനുശേഷം കേരളത്തിൽ കുട്ടികൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിലൊരു കാര്യം, ഒരു 670 മാർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ കുട്ടീന്റെ മദറിനെ വിളിച്ചത് ഇതവിടെ 607 ആയി മാർക്ക് എന്ന് പറഞ്ഞു. നമ്മൾ അതിനേക്കാൾ നല്ല മാർക്കാണ് കഴിഞ്ഞ വർഷം 670 കിട്ടിയതിനേക്കാൾ നല്ല മാർക്കാണ് ഇത്തവണ 607 എന്നുള്ള രൂപത്തിലേക്ക്. ശരിക്കും അപ്പോൾ ഒരു ആവറേജ് ഡ്രോപ്പ് ഓഫ് മാർക്കുകൾ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം ആയിരിക്കും നമുക്ക് ഈ ഒരു വർഷം ഡ്രോപ്പ് ആയിട്ടുണ്ടാവുക? അതായത് ഒരു സെയിം റാങ്ക് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ 100ാം റാങ്കും ഈ വർഷത്തെ 100ാം റാങ്കും 110 മാർക്കിന്റെ 120 മാർക്കിന്റെ ഡിപ്പ് ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ 100ാം റാങ്കും ഈ വർഷത്തെ 100ാം റാങ്കും തമ്മിൽ 100 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ഏത് മാർക്കുള്ള കുട്ടിക്ക് ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റും? അതൊരു ഓക്കെയാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടും എന്നുള്ള ഒരു സേഫ്റ്റി. MBBS-ലുള്ള ഹാപ്പിനെസ് ആണോ? MBBS-നുള്ള ഹാപ്പിനെസ്. MBBS ഗവൺമെന്റ് കിട്ടും എന്നുള്ള ഒരു സാധനത്തിൽ പറയുമ്പോഴെങ്കിൽ പിടിച്ചൂടെ? ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു 520 ഒക്കെ ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ എവിടെയെങ്കിലും ഗവൺമെന്റ് MBBS-ലേക്ക് കയറും എന്നുള്ള രൂപത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ചരിത്രം തന്നെ ആവുന്ന വർഷമായിരിക്കും നമ്മളിപ്പോൾ സാക്ഷിയാവുന്ന സാധനങ്ങൾ എന്നുള്ള രൂപത്തിലാണ്. ആക്ച്വലി ഇപ്പോൾ ഈ വർഷം എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ കുട്ടികൾ ഭയങ്കര വിഷമത്തിലാണ്. എനിക്ക് തോന്നുന്നു പലരും കീ പോലും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പലരും ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ അത്രമേൽ ടഫാണ്. കട്ട് ഓഫ് ഒരുപാട് താഴേക്ക് വരും എന്ന് ഉൾക്കൊള്ളാൻ പാകത്തില് ആ ലെവലിലേക്ക് അവർ വന്നിട്ടില്ല. അതുകൊണ്ട് കീ നോക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. സത്യത്തിൽ അവർ അത്രയുള്ളൊരു മോക്ക് ടെസ്റ്റ് പോലും എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ടല്ലോ, ഹയസ്റ്റ് മാർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 520 530 മാർക്സ് വരുന്ന തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതുന്ന നമ്പർ കുറവായിരിക്കും. ഇപ്പൊ നമ്മള് ഡോപ്പയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എക്സാംസ്, പക്ഷെ അത് റയറാണ്. നമ്മള് നിറ്റ്ഗാല നടത്തിയപ്പോ മാർക്ക് കുറവായിരുന്നല്ലോ. പക്ഷെ എന്നാലും മെജോറിറ്റി പീക്ക് ഓഫ് സ്റ്റുഡൻസ് 520 വരുന്ന അല്ലെങ്കിൽ 550 വരുന്ന എക്സാമ്പിൾ നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളതൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഇപ്പോൾ ആൻസർ കീ നോക്കാതിരിക്കുന്ന കുട്ടികളും അവരോടൊക്കെ എന്തായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക? ഒരു കീ നോക്കണം. 520 കിട്ടുമ്പോൾ 520 മാർക്കിൽ അവർ എത്തുന്നുണ്ടെങ്കിൽ ഒരു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്, വളരെ കൂടുതലാണ്. ഇപ്പൊ ഷിബിലി സാർ പറഞ്ഞു കഴിഞ്ഞ 670 കിട്ടിയ കുട്ടീന്റെ മദർ പറഞ്ഞു ഈ വർഷം 607 ആണ്. ആ ഒരു മദറിന്റെ ഒരു എന്താ പറയാ ആദ്യമാണ് ആ പറയുന്നത്. മദറിന് ഈ പുതിയ സംഗതികളെ കുറിച്ച് അത്ര ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായ ഒരു ആശങ്ക പങ്കുവെക്കുന്നതാണ്. ശരിക്കും കഴിഞ്ഞ 670-നേക്കാളും നല്ല റാങ്ക് ആയിരിക്കും ഇക്കൊല്ലത്തെ 607 നമുക്കറിയാം. എന്റെ ഒരു പേഴ്സണൽ തോന്നലാണ് ഇത്തവണത്തെ 600 എന്ന് പറഞ്ഞാൽ അണ്ടർ 100 ആവാനുള്ള സാധ്യതയാണെന്നുള്ളതാണ്. ടു ഡിജിറ്റ് ആയിരിക്കും 600 റാങ്ക് എന്നുള്ള ഒരു ഫീൽ നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. സോ എനിഹാവ് എനിക്ക് തോന്നുന്നു നമ്മുടെ എയിംസിലൊക്കെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 630 മാർക്കൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഈ വർഷം 620 എയിംസ് അഡ്മിഷൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 620 ഡൽഹി എയിംസ്. ഓ അപ്പോൾ 620 എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഓൾ ഇന്ത്യ റാങ്ക് 100ന്റെ അടുത്തൊക്കെയാണ് നിൽക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ശരിക്കും അപ്പൊ ഒരു പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇങ്ങനത്തെ ഒരു എക്സാം ഇതല്ലേ ചേട്ടായി ആഗ്രഹിച്ചിരുന്ന ഉണ്ടല്ലോ എന്താണ് ആക്ച്വലി തോന്നുന്നത്? അങ്ങനെ അല്ല ചോദിക്കുക. വാട്ട് വാസ് ഇറ്റ് ആക്ച്വലി റിയലി? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അത് മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ. എവല്യൂഷൻ തിയറിയാണ് വർക്കൗട്ട് ആവുന്നത്. പിന്നെ ഈ കീ നോക്കാതിരിക്കുന്ന കുട്ടികൾ കീ നോക്കാതിരിക്കുന്നതിന് തെറ്റൊന്നുമില്ല, കീ നോക്കുന്നതിന് തെറ്റൊന്നുമില്ല. എന്താണെന്നറിയോ, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാർക്കല്ലേ ഇത്, ആരും ഉഴപ്പിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ MBBS ഒന്നുമല്ലല്ലോ ലാസ്റ്റ് സാധനമുള്ളത്. ഇനി താഴോട്ടേക്കുള്ള കോഴ്സുകൾ വേറെ ഉണ്ട്. ഇതൊരു
വർഷമല്ലേ ശരിക്കും, അത് നമ്മൾ പലപ്പോഴും പറയുന്ന സാധനമല്ലേ. അപ്പോൾ അതൊരു വർഷം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ധൈര്യത്തോടെ മുമ്പോട്ടേക്ക് പോവുക. ഒരു വർഷമൊക്കെ സത്യത്തിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇവരെ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാണ്ട് ഉണ്ടുറങ്ങി ഫുഡ് അടിച്ച് കിടന്നുറങ്ങുക എന്നുള്ളത് തന്നെ ഉള്ളൂ. വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കട്ട് ഓഫിനെ കുറിച്ചൊക്കെ അങ്ങനെ ഒരുപാട് തലയിൽ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് വെച്ചാൽ പറയണവർക്ക് പറയാന്നുള്ളൂ, അനുഭവിക്കുന്നവർക്കാണ് അതിന്റെ എനിക്ക് തോന്നുന്നത് കുട്ടികളെക്കാളും ടെൻസ്ഡ് ആവുന്നത് പാരന്റ്സ് ആണെന്നുള്ളതാണ്. ഞാനിങ്ങനെ പേരൻസിനോട് റെഗുലറായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ നല്ല രൂപത്തിൽ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ അങ്ങോട്ടേക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, എത്ര മാർക്കാണ്, എങ്ങനെയാണ്, എന്താണ് സാധനങ്ങൾ. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് പേരൻസ് ചോദിക്കേണ്ട ഒരു സമയമുണ്ട്. ഇപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്കെങ്കിലും ഈ ചോദ്യം കൃത്യമായിട്ട് ചോദിക്കാനും അടുത്തൊരു പ്ലാൻ എന്താണെന്നുള്ളതിലേക്ക് പോകാനുമാണ്. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുള്ള ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഇവർ എക്സാം കഴിഞ്ഞ് ഈ പറയുന്ന ഒരു ഹൈബർനേഷനിൽ പോകും, ഒരു 2 months 3 months പോകും. അത് കഴിഞ്ഞിട്ട് ഉണർന്ന് വരുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാ കോഴ്സിൻ്റെ അഡ്മിഷനും കഴിഞ്ഞിട്ടുണ്ടാവും, അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ള രൂപത്തിൽ. പിന്നെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ വീണ്ടും അപ്പോഴാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു നിർബന്ധിത ഇതേ മടുത്ത മനസ്സോട് കൂടിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊരിക്കലും ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയുള്ളത്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഇനിയിപ്പോൾ അഥവാ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ചില കുട്ടികളുണ്ട് റിപ്പീറ്റ് ചെയ്യാനൊക്കെ നേരത്തെ പ്ലാൻ ആക്കി വെക്കും. സോ അവർ കുറച്ചും കൂടി വെൽ പ്രിപ്പയർഡ് ആയിട്ട് മനസ്സോട് കൂടിയിട്ടാണ് വരുന്നുണ്ടാവുക, ആഗ്രഹിച്ചിട്ടാണ് വരുന്നുണ്ടാവുക, മറ്റൊരു മനസ്സ് മടുത്തിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ആ അവരുടെ രണ്ടുപേരുടെ ഔട്ട്പുട്ട് ഇനീഷ്യൽ 3 monthsലേക്കെങ്കിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എയിംസ് നഴ്സിംഗ് അതുപോലെ തന്നെ മറ്റേ പാരാമെഡിക്കൽ പിന്നെ നിംഹാൻസ് വിളിച്ചിട്ടില്ലല്ലോ. നിംഹാൻസ് ജിപ്മർ പാരാമെഡിക്കൽ എയിംസ് നഴ്സിംഗ് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് എക്സാം ഉണ്ട് നൈസറിലേക്കുള്ള നെക്സ്റ്റ് എക്സാം, അത് മിഞ്ഞാന്നോട്ടോ കഴിഞ്ഞു തോന്നുന്നു. അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഐസർ വരാനുണ്ട്. ഐസറിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം തന്നെയാണ് തോന്നുന്നത്. അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്ത കുട്ടിക്ക് നല്ല ഓപ്ഷനാണ്. പിന്നെ ഒരു വർഷം കഷ്ടപ്പെട്ടു, ഇനിയിപ്പോ ഒരു 10-15 ദിവസം കൂടിയേ ഉള്ളൂ ഐസർ എക്സാമിനും കൂടി ആയിട്ട് അല്ലെ. 15 ഒരു 20 ദിവസം കൂടി ഉണ്ടാവും. അപ്പൊ ആ ഒരു കഷ്ടപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രൂപത്തിൽ തന്നെ കുറച്ച് കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു വ്യത്യാസം വരുന്ന ഒരു പുതിയ വർഷം ആയിരിക്കട്ടെ നമുക്ക് ഇനി പുതുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു സാധനം ഉണ്ടാവുക. നമുക്ക് ബേസിക്കലി ഡോപ്പയിൽ വരുത്താനുള്ള നിങ്ങളെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ട്. ബയോളജി ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ട്, കെമിസ്ട്രി കയ്യിലുണ്ട്, ഫിസിക്സ് കയ്യിലുണ്ട്. എന്ത് മാറ്റം ഒരു ഫൈനൽ സാധനം നെക്സ്റ്റ് വരുന്ന കുട്ടികൾക്ക് നമുക്ക് പ്രോമിസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രോമിസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തായിരിക്കും നമ്മൾ അതിനകത്ത് വെക്കുന്ന ഒരു സാധനം എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം എന്ത് കൊടുക്കും കുട്ടികൾക്ക് എക്സ്ട്രാ? ഞാൻ ശരിക്കും ഉള്ളും തന്നെ പറയാണ്, നമ്മൾ ഈ ചെയ്തതില് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പറയാ. കാരണം എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് പഠിപ്പിക്കാത്ത ഒരു കോൺസെപ്റ്റ് ഇല്ല. അത് വേറെ കാര്യം. ഈ പേപ്പറിലുള്ള സംഗതികളൊക്കെ അവർക്ക് ടൈം ലിമിറ്റിൽ അത് തീരൂല എന്ന പ്രശ്നത്തിനിരിക്കുന്നത്. പിന്നെ ആഷിക്ക് ഒരിട്ട് കാര്യം പറയട്ടെ, അതായത് പറഞ്ഞല്ലോ നമ്മള് അതെല്ലാരും ഉള്ളെന്ന് തന്നെയല്ലേ പറഞ്ഞത്. അതായത് എയിംസ് കിട്ടാനുള്ള മാർക്ക് 630 ആണല്ലോ. 630 ഓക്കെ ഫൈൻ. 630 മാർക്സിന് 630 ഗെയിംസിന് കിട്ടുന്നു പറഞ്ഞു. ഒരു കുട്ടി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പം ആ കുട്ടിന്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം 1ാം റാങ്ക് അല്ല, എയിംസ് ആണല്ലോ. ഈ 630ക്കുള്ള സാധനം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡോപ്പയെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 630 ഉള്ള മുമ്പോട്ടേക്കുള്ള യാത്ര എത്രമാത്രം ആവണം എന്നുള്ളത് കുട്ടീൻ്റെ കാലിബർ കൂടി അനുസരിച്ചിട്ടിരിക്കും. ബ്രില്യൻറ്റിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബ്രില്യൻറ്റിൻ്റെ മാത്രം ഗുണമല്ല, കുട്ടീൻ്റെ കൂടി ഗുണമാണ്. അല്ല ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സിസ്റ്റത്തിൽ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ എന്ത് നെഗറ്റീവാണ്? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നേരത്തെ പറഞ്ഞില്ലേ, ടഫ് ക്വസ്റ്റ്യൻ ഇട്ടാൽ പോലും നമ്മളെ മനോഗതിയും നമ്മളെ കുട്ടികളോട് പറയാം ഇത് ഉണ്ട്, ഈ ലെവലൊന്നും വരൂലടാ എന്നൊരു പറയുന്നുണ്ടാവും. ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മളൊരു മുൻവിധി എടുക്കണ്ട. അതാണ് നമ്മൾ നീറ്റ് 2025 എല്ലാ പോയിന്റ്സും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷത്തെ കുട്ടികളാണ്. എനിക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ +2 കുട്ടികളെ മെസ്സേജ് അയക്കുന്നത്, സാർ ഞങ്ങളിനി എന്ത് ചെയ്യണം, നമ്മളിനി റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ള രൂപത്തിലൊക്കെ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞത് അവരോടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെന്റൽസ് തുടങ്ങുക, ഗ്രാജുവലി പോയി ഹയർ അപ്പ് വരെ എത്തിക്കുക എന്നുള്ളൊരു സാധനത്തിലേക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മുൻവിധിയോട് കൂടിയിട്ട് നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇത് ഇത്ര എളുപ്പത്തിലേ വരുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു മുൻവിധി ഉണ്ട്. അത് പതുക്കെ അവസാനിപ്പിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി എൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും NCERT പുറത്തേക്ക് പോവേ ചെയ്യരുത് എന്നുള്ളതാണ്. NCERT ഉള്ളിൽ നിന്നിട്ട് പരമാവധി നമുക്ക് എത്ര എനർജി കൊടുക്കാൻ വേണ്ടി പറ്റുമോ, എത്ര കാര്യങ്ങൾ, അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ. ഇനിയിപ്പോൾ പഠിക്കുന്ന ആദ്യത്തെ മാസത്തിൽ തന്നെ IIT അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ട് ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും പെടണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്
പോയിന്റ് ഓഫ് വ്യൂവിലുള്ള സാധനങ്ങൾ. ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ അടുത്ത വർഷത്തേക്ക് പഠിക്കാനിരിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ഈ വർഷം പഠിച്ച കുട്ടികൾ ചിലപ്പോൾ വീണ്ടും അടുത്ത വർഷത്തേക്ക് തീരുമാനിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ചിലപ്പോൾ ഇനി അടുത്ത വർഷം പുതുതായിട്ട് തുടങ്ങുന്ന +2 കുട്ടികളുണ്ടാവും. അവരോടൊക്കെ ആക്ച്വലി വാട്ട് ഈസ് ദാറ്റ് വൺ അഡ്വൈസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കാൻ പറ്റുന്നത്? ആഷി ഡോക്ടർ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. അതായത് NCERT ആയിരിക്കണം ബേസ്. അതിനകത്തുള്ള കാര്യം വളരെ വൃത്തിക്ക് പഠിച്ചു തീർക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിൽ എത്തിപ്പെടാൻ പറ്റുന്ന മാക്സിമം ലെവലിലേക്ക്, സിലബസിന് ഔട്ട് പോവാതെ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഇത് ആദ്യം തന്നെ പോയിട്ട് JEE അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് അബദ്ധത്തിൽ ചാടണ്ട. ആദ്യമൊക്കെ ചെറിയ കാര്യങ്ങൾ പഠിച്ച് നല്ല ഫൗണ്ടേഷനൊക്കെ നല്ല സ്ട്രോങ് ആക്കി പിന്നെ ഒരു ഹയർ ലെവലിലേക്ക് പോകും. പിന്നെ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികളുടെ പറയാനുള്ളത്, അവര് 2 വർഷം കാൽക്കുലേറ്റർ യൂസ് ചെയ്തൊരു പ്രശ്നമുണ്ട്. അത് എല്ലാ വർഷവും റിപ്പീറ്റേഴ്സ് ഫേസ് ചെയ്തൊരു കാര്യമാണ്. സ്റ്റേറ്റ് ബോർഡിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തപ്പോൾ ഈ ബേസിക് മാത്തമാറ്റിക്സ് ഒക്കെ ഒന്ന് സ്ലോ ആയിട്ടുണ്ടാവും. അപ്പൊ ആ മാത്സിന്റെ ആ കാര്യങ്ങൾ കുട്ടികൾ ആദ്യം ഒന്ന് ചെയ്തു വരാന്നുള്ളതാണ്. പിന്നെ മാത്സിന്റെ കാൽക്കുലേഷൻ, ട്രിഗണോമെട്രി ഒക്കെ ഒരു ബേസിക് നോളജ് ഉള്ള കുട്ടികൾക്കൊന്നും ഇത് വലിയൊരു പ്രശ്നമൊന്നും ആവില്ല. പിന്നെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഒരിക്കലും ഇതിനെ അപ്രോച്ച് ചെയ്യരുത്. നീറ്റ് 2026 എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവന്റെ മനോഗതിക്ക് അനുസരിച്ച് ഫ്രെയിം ചെയ്ത് പോകരുത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ചാണ് എക്സാം വരിക എന്ന ധാരണയിൽ പോകരുത്. എല്ലാ ആംഗിളിലും എല്ലാ ടൈപ്പിലും ക്വസ്റ്റ്യൻ വരും. അത് ക്രാക്ക് ചെയ്യാൻ, അത് ഫേസ് ചെയ്യാൻ ഞാൻ എങ്ങനെ ഏബിൾ ആകണമെന്ന് ഓരോ കുട്ടിയും ഡിസിഷൻ എടുക്കുക. അതിന് ആപ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർക്ക് കൊടുക്കുക എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഷിബ്ലി സാർ, ആക്ച്വലി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അത് വളരെ കാര്യമായിട്ട് സൂചിപ്പിച്ച പോലെ തന്നെയാണ്, മുൻവിധിയോടെ കാണാതിരിക്കുക. ഏത് ലെവലിലും നമുക്ക് അവസാനം ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എല്ലാ ലെവലും കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആദ്യം ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക. വിത്ത് റെസ്പെക്ട് ടു ബയോളജി പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ലൈൻ ഈസ് എ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. Even each and every figures, diagrams, columns in NCERT is a potential question. നമ്മളിപ്പോൾ ബയോറിയാക്ടറിന്റെ ചോദ്യമൊക്കെ കണ്ടില്ല. ഓരോ ഫിഗേഴ്സ്, കോളംസ് ഒക്കെ വെച്ചിട്ടുള്ള എന്തും വരാം. NCERT-ന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും വരാം എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ത്രൂ ദ ഫ്ലോ ഓഫ് ആ ഒരു ഫ്ലോന്റെ സമയത്ത് നമ്മൾ എല്ലാ തരം ഇപ്പോൾ ബയോളജി പറയുകയാണെങ്കിൽ NCERT-ന്റെ ഈച്ച് ആൻഡ് എവറി ലൈൻ വായിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. മാക്സിമം 720 മോക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് പറഞ്ഞ പോലെ എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഫിസിക്സിന്റെ ആൾക്കാരെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സംശയത്തിന്റെ കണ്ണോടോ അല്ലെങ്കിൽ പേടിയുടെ കണ്ണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, ആ ഒരു സാധനം നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ നമുക്ക് തോന്നാറുള്ള ഒരു സാധനമാണ്. ശരിക്കും കുട്ടികൾ പേടി സ്വപ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. റിപ്പീറ്റ് ചെയ്ത് തന്നെ പല കുട്ടികളും ഫിസിക്സ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊണ്ട് ഫിസിക്സ് മെയിൻലി സെറ്റ് ആവാൻ. പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്തൊരു അനുഭവം ഞാൻ പറയാൻ കേട്ടോ. ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഫിസിക്സ് ഏറ്റവും വീക്കായിരുന്നു. ഞാൻ ഏറ്റവും വീക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ 4-3-7 കൺസെപ്റ്റ് കൂട്ടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കിട്ടില്ലാത്തൊരു സാധനമായിരുന്നു. ബട്ട് ഫൈനലി എക്സാം എഴുതിയപ്പോൾ ഞാൻ 2013 നീറ്റ് എക്സാം എഴുതി. 2013 നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ പരീക്ഷണ നീറ്റാണ്. ആദ്യമായിട്ടാണ് നീറ്റ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരീക്ഷണം പരാജയപ്പെട്ടു. എന്നിട്ട് 2014 വീണ്ടും APPT-ലേക്ക് തന്നെ പോയി. അപ്പോൾ ഈ പരാജയപ്പെട്ട പരീക്ഷണത്തിന്റെ ഇടയാണ് നമ്മളൊക്കെ. അന്നത്തെ എക്സാമിൽ എന്നെ ശരിക്കും രക്ഷിച്ചത് ഈ ഫിസിക്സ് ആണെന്ന് പറയാം. ഭയങ്കര കിടിലൻ ക്വസ്റ്റൻ ആയിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്ത സാധനം ഫൈനലി ഈ പരാജയത്തിൽ തുടങ്ങിയിട്ടാണെങ്കിലും അത് മെനക്കെട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ഞാൻ അവിടെ എത്തിച്ചത്. അതുകൊണ്ട് എനിക്കതിൻ്റെ പണി അറിയാം, അല്ലെങ്കിൽ വഴി മനസ്സിലായിട്ടുണ്ടെങ്കിലും കുട്ടികളോട് പറയുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടാവും, ഫ്രം ദ ബേസ് ബിഗിനിങ് മുതൽ എങ്ങനെയായിരിക്കും അത് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കുട്ടികൾക്ക്? 2 കാര്യം പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഈസ് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടി ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട്, അതായത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആഗ്രഹിച്ചിട്ട് വരുന്ന കുട്ടിയായിരിക്കണം. ആദ്യം ആ കുട്ടിക്ക് അതിനോടൊരു വല്ലാത്ത ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹമുള്ള കുട്ടിയെ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആരും നിർബന്ധിച്ച് ഈ കോഴ്സിലേക്കോ ഇനി അതല്ല വേറൊന്നും കിട്ടാത്തത് കൊണ്ട് റിപ്പീറ്റിലേക്ക് വരികയോ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം. അതിന് നല്ലൊരു ഓറിയന്റേഷൻ ഉണ്ടാവണം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ഫ്രം ദ ബേസ് പഠിച്ചു പോകേണ്ട ഒരു സാധനമാണ്. അത് വെറുതെ കുറേ ഷോർട്ട് കട്ടുകൾ പഠിച്ചതുകൊണ്ടോ, വെറുതെ കുറേ ഇക്വേഷൻസ് പഠിച്ചതുകൊണ്ടോ, വെറുതെ കുറേ തിയറികൾ വായിച്ചെടുക്കുന്നത് കൊണ്ടോ, NCERT ടെക്സ്റ്റ് ബുക്ക് വേർഡ് ബൈ വേർഡ് ലൈൻ ബൈ ലൈൻ എന്ന് പറയുന്നൊരു ഐഡിയ ബയോളജിക്ക് അടക്കം പറയുന്നത് കൊണ്ട് അത് ഫിസിക്സിനും ആപ്ലിക്കബിൾ ആക്കുന്ന രീതിയിൽ വെറുതെ വായിച്ചു പോയിട്ട് നമ്മൾ ചെയ്യുകയോ അല്ല വേണ്ടത്. ഫിസിക്സ് നമ്മൾ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. കാരണം കാര്യം എന്താണ് നടക്കുന്നത് എന്നുള്ളത് ആക്ച്വലായിട്ട് മനസ്സിലാക്കാനും വിഷ്വലൈസ് ചെയ്യാനും ശ്രമിക്കണം. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ നടക്കൂല. അപ്പം ഞാൻ പഠിക്കുമ്പോൾ ഫിസിക്സ് ഞാൻ
ആദ്യം എനിക്കിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ, ഒരിക്കലും പറ്റിയിട്ടില്ല. അത് പല ആവൃത്തി നമ്മൾ വായിക്കുമ്പോൾ, ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കുമ്പോൾ, അവരുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ, അങ്ങനെ പല 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 സ്റ്റെപ്പുകളായിട്ടും ലെയറുകളായിട്ടുമാണ് ആ കുട്ടിയിലേക്ക് അത് എത്തുക. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടണം എന്നുള്ള അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹത്തിൽ ആ സബ്ജക്റ്റ് പഠിക്കുക. ഓരോ സബ്ജക്റ്റും നമ്മൾ ശരിക്കും എക്സാമിനേഷന് നീറ്റ് കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് എനിക്ക് ആ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, ഫിസിക്സാണ് പഠിക്കേണ്ടത്, കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത്, ബയോളജിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ ആഗ്രഹത്തിൽ പഠിക്കുക, അതിൻ്റെ റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ. കുറച്ചും കൂടി അത് ഒരു കാതൽ ഉൾക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഈ ഒരു നീണ്ട ഡിസ്കഷൻ പതിയെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു പാട്ടിന് ആഡ് ചെയ്ത് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ സെൽഫായിട്ടുള്ള കുറച്ച് സ്കില്ലുകളുണ്ട്. ഒരു 4ാമത്തെ പില്ലർ നീറ്റിന് പണിയാനാണെങ്കിൽ അത് കുറച്ച് പോസിറ്റീവ് മെൻറ്റാലിറ്റീൻ്റെ സാധനമാണ്. പോസിറ്റീവ് മെൻറ്റാലിറ്റി, സെൽഫ് റിലയൻസ്, പിന്നെ റെസിലിയൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ 2-3 തല്ല് കൊണ്ട് കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കാനുള്ള ഒരു സാധനമുണ്ട്. നമ്മൾ നിലത്ത് വീണു, നമുക്ക് സങ്കടം വരെയൊക്കെ ചെയ്യും, തിരിച്ച് എണീറ്റ് വന്ന് നിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സെൽഫ് ഏൺഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ടുകൾ, ഷോർട്ട് നോട്ടുകൾ, ഇക്വേഷൻ ബുക്കുകൾ, അങ്ങനെ സാധനങ്ങളൊക്കെ തുടക്കം മുതലേ ബിൽഡ് ചെയ്യാനും നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. ഓഫ്കോഴ്സ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10,000 കുട്ടികളെങ്കിലും മെൻറ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ മെൻറ്റർ ചെയ്ത കുട്ടികളിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ചില കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളായിട്ടും, ചില ആൾക്കാർ സസ്പീഷ്യസ് ആയിട്ട് ഇതിങ്ങനെ വേണോ എന്നുള്ള രൂപത്തിൽ തോന്നുന്ന കുട്ടികളെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാം, ദിസ് ഈസ് ദ 4th പില്ലർ. അത് ഡെഫിനറ്റ്ലി ഒരു കോച്ചാണ്, ഒരു കോച്ചിങ് സിസ്റ്റം ആണെന്നുള്ളതാണ്. അപ്പോൾ നല്ല ടഫായിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഈവൻ എക്സാം എളുപ്പമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രീതി അത് തന്നെയായിരിക്കും. ടഫായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ടഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എളുപ്പമുള്ള എക്സാംസ് അതിൻ്റെ അണ്ടറിൽ കവറായി വരും എന്നുള്ളതാണ്. നല്ല ടഫായിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതിന് നല്ല ടഫായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു കോച്ചിൻ്റെ അടുത്ത് നിന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതെന്ന് വെച്ചാൽ കോച്ച് ഇപ്പോൾ ഈ യുസൈൻ ബോൾട്ടോ ബാക്കി ആൾക്കാരൊക്കെ ഓടുമ്പോൾ സിന്തറ്റിക് ട്രാക്കിലല്ല ഓടുക. അവർ ചിലപ്പോൾ മര്യാദക്കുള്ള സ്പൈക്ക് ഇട്ടാവല്ലോ ഓടുക. അവർ ചരലിൽ നിറഞ്ഞ മണലിൽ കൂടെയൊക്കെ ഓടി പഠിക്കും. എന്തിനാന്ന് വെച്ചാൽ മണലിലോടി നല്ല സ്പീഡ് കൈവരിച്ചു കഴിഞ്ഞാൽ സിന്തറ്റിക് ട്രാക്കിൽ ഇതിൻ്റെ ഇരട്ടി സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ടൈറ്റായിട്ടുള്ള നല്ല ടഫായിട്ടുള്ള ഇരുത്തി പഠിപ്പിക്കുന്ന നല്ല സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കോച്ചിങ് സിസ്റ്റത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് എന്താ പറയുക, നമ്മുടെ ഒരു കുറച്ചൊരു ഹാപ്പിനെസ് ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് പഠിക്കാം, പതുക്കെ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇരിക്കാതിരിക്കുക. ആൻഡ് എപ്പോഴും നമ്മളിങ്ങനെയാണെന്ന് വെച്ചാൽ റീഷേപ്ഡ് ആവാൻ റെഡി ആവാം. വേറൊരു മെൻറ്റർ, ഒരു കോച്ച് വന്നിട്ട് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി, അത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉൾക്കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റാവുന്ന ഒരു സാധനത്തിലേക്കാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്തൊരു ഡിസ്കഷനിൽ ഇതുപോലെ വിശദമായിട്ടിരുന്നിട്ട് തന്നെ നമുക്ക് കാണാനും കണ്ടുമുട്ടാനൊക്കെ പറ്റും. ഈ നീറ്റ് 2025 വലിയൊരു പാഠമായിരുന്നു എല്ലാവർക്കും. കാരണം നമ്മൾ എത്ര ടഫാവാൻ വേണ്ടി പറ്റുമോ അത്ര ടഫായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ആ പാഠം ഉൾക്കൊണ്ട് അടുത്ത വർഷം ഇതേ ടഫ്നെസ് വരികയാണെങ്കിൽ പോലും നമ്മളിത് എക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അപ്പോൾ ഒരു മുൻവിധി ഇല്ലാതെ വളരെ ബേസ് ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളവരെ അറിയിച്ചുകൊണ്ടുകൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ബാക്കി നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും കാണുന്നുണ്ടാവും. ബൈ ബൈ.